Hello മക്കളെ. അപ്പോൾ ഇനി നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. അപ്പോൾ ആ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 99% മാർക്സ് വാങ്ങിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ് പറയാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഇനി കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നെങ്കിൽ മാത്രമേ മിസ് പറഞ്ഞ നിങ്ങളുടെ ആ ഒരു 99% അല്ലെങ്കിൽ ഫുൾ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ യെസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാം. ആൻഡ് നമ്മൾ ഒട്ടും ടൈം ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു പെന്നും പേപ്പറും ഉണ്ടായിരിക്കണം. ഈ പെന്നും പേപ്പറും ഉണ്ടെങ്കിലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെല്ലാവരും ചെയ്യേണ്ടത് സ്റ്റെപ്പ് 1 ഇതാണ്. നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാമിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മിസ്, ഞങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാത്ത മക്കളാണെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പം ഓരോ സബ്ജക്ട്സിലായിരിക്കും അല്ലേ, നിങ്ങൾക്ക് ബയോളജിക്കാണെങ്കിൽ ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രിക്കാണെങ്കിൽ ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മാത്സിനാണെങ്കിൽ ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മളുടെ ഹാഫ് ഇയർലി എക്സാമിന് നമുക്ക് ഓരോന്നായിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ലിസ്റ്റ് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം, ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി എത്ര ഡേയ്സാണ് നമുക്ക് ബാക്കിയുള്ളത്? ഓക്കെ, ഇനി എത്ര ഡേയ്സാണ് നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളത്? അപ്പോൾ ക്രിസ്മസ് എക്സാം എന്തായാലും നമുക്ക് ഒരു ഡിസംബർ 10 to 12 അല്ലേ, ആ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കുക, നിങ്ങൾക്ക് ഇനി ക്രിസ്മസ് എക്സാമിന് എത്ര ദിവസങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ള കാര്യം ലിസ്റ്റ് ചെയ്യാം. ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ സബ്ജക്റ്റിലെയും ചാപ്റ്റേഴ്സിനെ നിങ്ങൾ 3 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാം, ചാപ്റ്റർ നന്നായിട്ട് അറിയാം, അതിലേത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സാണ് ഡൺ എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇത് നിങ്ങൾക്ക് ഓരോ സബ്ജക്ട്സിലും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മിസ് പറഞ്ഞില്ലേ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് ഹാഫ് ഡൺ, അതായത് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കുറച്ച് അറിയാം എന്നാൽ പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തിയറി മാത്രമായിരിക്കും അറിയുന്നുണ്ടാവുക, അതിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്ന് അറിയില്ല, അല്ലെങ്കിൽ തിയറി തന്നെ ചാപ്റ്ററിൻ്റെ പകുതി മാത്രമേ അറിയുള്ളൂ, ബാക്കി അറിയില്ല. അങ്ങനെയുള്ള ചാപ്റ്റേഴ്സാണ് ഹാഫ് ഡണ്ണിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇതുവരെ മിസ്സേ തൊട്ടിട്ട് പോലും നോക്കാത്ത, ഒന്നും അറിയാത്ത ചാപ്റ്റേഴ്സ്, അത് ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് ശരിക്കും പഠിക്കാനുള്ള എത്ര ചാപ്റ്റേഴ്സാണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ കുറേ പ്ലാനും കാര്യങ്ങളും ഒന്നുമില്ല, നമ്മൾ അങ്ങോട്ട് ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഏത് ചാപ്റ്റേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം മക്കളെ? ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹാഫ് ഡൺ ചാപ്റ്റേഴ്സാണ്. അതായത് കുറച്ച് തിയറി അറിയാം, അല്ലെങ്കിൽ ഇനി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. ഇനി അതും അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ പകുതി അറിയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മിസ് എന്തിനാണ് പകുതിക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യണേ? ഒന്നെങ്കിൽ ഒന്നും അറിയാത്ത ചാപ്റ്റർ അല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എല്ലാം അറിയുന്ന ചാപ്റ്റർ അല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് മിസ് പകുതി പഠിച്ച ചാപ്റ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്? വെരി സിമ്പിൾ. ഒന്നും അറിയാത്ത ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒത്തിരി നേരം എടുക്കും. അപ്പം നമ്മൾ അയ്യോ ഇത് പഠിച്ചു തീരുന്നില്ല, ഇനിയും കുറേ ഉണ്ട്, ഫുൾ നെഗറ്റീവ്. മറ്റേത് ഓൾറെഡി അറിയുന്ന ചാപ്റ്ററിന് മുകളിൽ ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ സമയം ചിലവഴിച്ചിട്ട് കാര്യമില്ല. അപ്പോഴെന്താ പറ്റുക, അറിയുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ നല്ല ഇൻട്രസ്റ്റോടു കൂടി പഠിക്കും, പക്ഷേ എക്സാം എടുക്കാറാവുമ്പോഴേക്ക് അറിയാത്ത ചാപ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ടെൻഷൻ വരും. ആ ടെൻഷനിൽ നമുക്കത് പഠിച്ചെടുക്കാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് വിത്ത് ഹാഫ് ഡൺ ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ പകുതി പഠിച്ച ചാപ്റ്റേഴ്സ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയാം. ഇനി അത് ബാക്കി ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ വരും. ഓ യെസ്, എനിക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, ഇനി കുറച്ച് സമയം കൂടി ചിലവഴിച്ചാൽ ഞാനിത് പഠിച്ചു തീർക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സെക്കൻഡായിട്ട് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതുവരെ തൊട്ട് നോക്കാത്ത ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ ഓൾറെഡി മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ പഠിക്കുന്നതിലൊരു ഡോപ്പമൈൻ റിലീസൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പഠിക്കുന്നതിൽ നമ്മളൊരു ലഹരി കണ്ടെത്തി എന്നൊക്കെ പറയില്ലേ, പഠിച്ച് ഇനിയും പഠിക്കാനുള്ളൊരു ടെൻഡൻസി വന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, ഇനി ഒന്നും പഠിക്കാത്ത ചാപ്റ്റർ ആണെങ്കിൽ കൂടി നമുക്ക് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോൾ നമ്മളൊന്നും ഇതുവരെ പഠിക്കാത്ത ചാപ്റ്റേഴ്സ് പഠിക്കുകയാണെങ്കിൽ വിൽ ബി നൈസ്.
ഇനി അവസാനം നമ്മൾ എന്താ ചെയ്യുക? എല്ലാം കഴിഞ്ഞു, ഇനി നമ്മൾ റിലാക്സ്ഡ് ആണ്. ഇനി ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്താൽ മതി, പണി കഴിഞ്ഞു. ഇനി ഇത് ഓരോന്നും എങ്ങനെയാണ് ചെയ്യേണ്ടത് മിസ് പറഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ, നിങ്ങളിത് ഫോളോ ചെയ്യണം. റെഡി? ഇനി നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ഹാഫ് ഡൺ ചാപ്റ്റേഴ്സ് അല്ലേ? ഹാഫ് ഡൺ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പകുതി പഠിച്ച ചാപ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഹാഫ് ഡൺ ചാപ്റ്റേഴ്സ് നമുക്ക് പകുതി അറിയാം. ഒന്നുകിൽ പകുതി അറിയാം ഇൻ ദ സെൻസ് നിങ്ങൾ ചാപ്റ്ററിൻ്റെ തിയറി പഠിച്ചിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ പകുതി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ വൺ ഷോട്ട് വീഡിയോസ് കണ്ടിട്ട് എന്ത് ചെയ്യുക? അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ ബാച്ചസിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വൺ ഷോട്ട് വീഡിയോസ് അവൈലബിൾ ആണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വൺ ഷോട്ട് വീഡിയോസ് കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യാം, ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസിലാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെഷൻ തന്നെ അവിടെ ഉണ്ട്, ഒരു വീഡിയോ സൊല്യൂഷൻ തന്നെ ഉണ്ട്. അതെല്ലാം നമ്മൾ എക്സാമിൻ്റെ ബുക്ക് സെറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി യൂട്യൂബിലാണെങ്കിൽ ഉള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇത് പ്രാക്ടീസ് ചെയ്യുക. അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും മെത്തേഡിൽ പഠിക്കുന്നുണ്ട്, ബാച്ചിലില്ല, പക്ഷേ നിങ്ങളുടെ കയ്യിൽ എക്സാമിൻ്റെ ബുക്ക് സെറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അത് വെച്ച് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ആദ്യം നമ്മൾ വൺ ഷോട്ട് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കൊരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2 to 3 hours നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ കുഞ്ഞു ക്ലാസ് ആണ്, ഒരു 10ാം ക്ലാസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 to 2 hours ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ആ ചാപ്റ്റർ പഠിച്ചു കഴിയും, കംപ്ലീറ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ പാർഷ്യലി ഡൺ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതുവരെ പഠിക്കാത്ത നമ്മുടെ പേടി സ്വപ്നമായി മാറ്റിവെച്ച ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അത് ഒന്നുകിൽ നിങ്ങൾക്ക് വൺ ഷോട്ട് വീഡിയോസ് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ബാച്ചിലുള്ള മക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും, അല്ലെ ലേണിംഗ് വീഡിയോസ് ഉണ്ടാകും, അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും, അത് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ, ഇപ്പോൾ ലേണിംഗ് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിരിക്കും. അപ്പോൾ ഒന്നും അറിയാത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് നിങ്ങളുടെ കോൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചിരിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള ചില ക്വസ്റ്റ്യൻസ്, ചില പിക്ചേഴ്സ്, അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരാനുള്ള സാധ്യത. അപ്പോൾ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞ് കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? റീഡ് ചെയ്യണം, റീഡ് ടെക്സ്റ്റ് ബുക്ക്. അങ്ങനെ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ചോദിക്കും ഇത് എന്തുകൊണ്ടാണ്, അല്ലെ നമുക്കൊരു സംഭവം ഉണ്ടല്ലേ, വാട്ട്, വൈ, ഹൗ. ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച് പഠിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും പറയുക. വാട്ട്, വൈ, ഹൗ. ഇതെന്താണ്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ, ആൻഡ് ഇതെങ്ങനെയാണ് ഇങ്ങനെ, അല്ലേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എടുക്കുകയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞ ബയോളജിയിൽ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ എന്താണ് ഫാഗോസൈറ്റോസിസ്, എങ്ങനെയാണ് ഫാഗോസൈറ്റോസിസ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഫാഗോസൈറ്റോസിസ്, ഇങ്ങനെ നമ്മൾ ടോപ്പിക്സിനോട് ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമ്മളുടെ ലേണിംഗ് പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇത്രയും കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു കോൺഫിഡൻസ് വരും, യെസ് ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് ആകെയുള്ളത് ഓൾറെഡി പഠിച്ച, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അറിയുന്ന, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലാണ്. അത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? റിവിഷൻ. അപ്പോൾ ആ റിവിഷൻ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ നോട്ട്സ് വെച്ചിട്ട് റിവൈസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ 30 minutes റിവിഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൽ നമ്മളൊരു 1 hour കൊണ്ട് ചാപ്റ്റേഴ്സ് തീർത്തിട്ടുള്ള റിവിഷൻസ് ഉണ്ടാകും. അങ്ങനത്തെ ക്ലാസ്സുകൾ കണ്ടിട്ട് ആ ചാപ്റ്റർ റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ നോട്ട്സ് വെച്ച് റിവൈസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെത്തേഡ് ചെയ്യാവുന്നത്, നിങ്ങൾക്ക് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുക്കാം, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെരി ഗുഡ്. ഇനി അതല്ല നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി പോവുകയാണെങ്കിൽ അപ്പോൾ ആ ടോപ്പിക്ക് വീണ്ടും ഒന്ന് എടുത്ത് പഠിക്കുക. അങ്ങനെ എപ്പോഴെപ്പോഴെങ്കിലും നമ്മളോട് പെട്ടെന്ന് നമ്മളിങ്ങനെ ഏതെങ്കിലും മൂഡിലൊക്കെ ഇരിക്കുമ്പോൾ അതേതായിരുന്നു അത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ബ്ലാങ്ക് ആവുമെങ്കിലും നമ്മൾ പിന്നീട് ആലോചിച്ച് കണ്ടുപിടിക്കും, അല്ലേ? അപ്പോൾ അതേപോലെ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ എവിടെന്നെങ്കിലും ഏതെങ്കിലും ചാപ്റ്റർ എന്നൊക്കെ എടുക്കുക. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ കാര്യമാണ് മിസ് പറയുന്നത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞ ഏതെങ്കിലും ചാപ്റ്റേഴ്സൊക്കെയാണ്, നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു കുറച്ച് പോർഷൻ നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സിനും ക്വസ്റ്റ്യൻ വരും, അല്ലേ, ഹാഫ് ഇയർലിക്ക്. അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, എന്നിട്ട് നിങ്ങൾ അതിന് ആൻസർ ചെയ്യാൻ നോക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ വെരി ഗുഡ്, അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ ആ ടോപ്പിക് ഒന്നുകൂടി പഠിക്കാം, അങ്ങനെ റിവൈസ് ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ ക്രിസ്മസ് എക്സാം വളരെ കറക്റ്റായിട്ട് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, അല്ലേ? ഇത് നിങ്ങൾ ചെയ്താണെങ്കിൽ മിസ് അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ 99% മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഈ പ്ലാനും കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞു, അല്ലേ? ഇപ്പം ഇതിൽ തന്നെ എത്ര ആൾക്കാരുണ്ട് മിസ് ഈ പറഞ്ഞ രീതിയിൽ ബുക്കും പെന്നും എടുക്കാതെ വീഡിയോ കണ്ട ആൾക്കാർ?
സത്യസന്ധമായിട്ട് നിങ്ങൾ കമൻറ്റിൽ ആൻസർ പറയുക. മിസ് ഞാൻ മിസ് പറഞ്ഞതുപോലെ എഴുതിയില്ല, ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ആക്കിയില്ല, ഞാനും ഡോണ്ടും ഡൺ ചാപ്റ്റേഴ്സ്, പാർഷ്യൽ ഡൺ ചാപ്റ്റേഴ്സ് അങ്ങനെ ലിസ്റ്റ് ആക്കിയില്ല. അങ്ങനെയുള്ളവർ ഒന്ന് പറയാം മിസ് ഞാൻ ചെയ്തില്ല. നമ്മൾ സത്യസന്ധമായ ആൻസേഴ്സ് പറയുന്നതിന് ആരെയും മടിക്കേണ്ട, ആരെയും പേടിക്കേണ്ട. ഇനി ചെയ്തവരാണെങ്കിൽ നിങ്ങൾ പ്രൗഡായിട്ട് തന്നെ പറയാം മിസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡ്രോപ്പ് ആയിട്ടുള്ള മക്കളാണെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾ ഈ പ്ലാൻ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രിസ്മസ് എക്സാം കഷ്ടപ്പെടും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒത്തിരി ഫാസ്റ്റ് ആക്കാൻ നോക്കരുത്. ഇത് പഠിച്ചിട്ട് അടുത്തത്, ഇത് പഠിച്ചിട്ട് അടുത്തത്, ഇത് പഠിച്ചിട്ട് അടുത്തത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ഇന്ന് ഞാൻ 3 ചാപ്റ്റർ പഠിക്കും, ഇന്ന് ഞാൻ 4 ചാപ്റ്റേഴ്സ് പഠിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പഠിക്കുന്നത് നമുക്ക് ഫോക്കസ് കിട്ടില്ല, കോൺസെൻട്രേഷൻ കിട്ടില്ല. നമ്മൾ സ്പീഡിലാണ്, ഫാസ്റ്റായിട്ട് തീർക്കാനുള്ളൊരു തിടുക്കത്തിലാണ്. അങ്ങനെ ആകുമ്പോഴും ബുദ്ധിമുട്ടും. അപ്പോൾ അങ്ങനെ ആക്കാതിരിക്കുക. ആവശ്യത്തിന് വേണ്ട സമയം കൊടുത്ത് തന്നെ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ മക്കൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ അതും മിസ്സിനെ അറിയിക്കാം. അപ്പം ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പഠിക്കും. ഇനി നിങ്ങൾ ഒരു ക്ലാസ്സുകളൊന്നും നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇതുവരെ നന്നായിട്ട് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല, നിങ്ങളിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിന് ബാച്ചസ് ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ഓഫറും ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ബാച്ചിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ഇപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. 1 ഷോട്ട് വീഡിയോസ് ആണെങ്കിൽ അതുണ്ട്, ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതുണ്ട്. എല്ലാം ഫുൾ സെറ്റായിട്ട് പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. താല്പര്യമുള്ള മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.